സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി ഇന്ന് എഴുതിടുമേ. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വാഴ്വിൻ നാളെല്ലാം വീണാളാ, ഭാരത്തോടെ നീ കഴിക്കുകയോ. വാഴ്വിൻ നാളെല്ലാം വീണാളാ, ഭാരത്തോടെ നീ കഴിക്കുകയോ. വന്നുടൻ പാദം തേടിടുകിൽ വിണ്ണതിൽ നിന്നെ ചേർത്തിടുമേ. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഈ സത്യവചനം എന്ന TV പരമ്പരയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വചനങ്ങൾ കേട്ട് വിളിക്കുകയും പ്രാർത്ഥന ആവശ്യപ്പെടുകയും ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിസ്തുല്യ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ സത്യവചനം എന്ന TV പരമ്പരയിൽ കൂടെ കർത്താവിൻ്റെ വചനങ്ങൾ, സത്യവചനങ്ങൾ, യാഥാർത്ഥ്യ വചനങ്ങൾ, അനേകർ പഠിപ്പിക്കുന്നത് യാഥാർത്ഥ്യ വചനങ്ങളല്ല. ഈ ലോക വ്യവസ്ഥിതി മുഴുവനും ഒരു ഫോഷ്കിൻ്റെ മേലാണ് പണിയപ്പെടുന്നത്. ഫോൾസ് കൊണ്ട് അസത്യത്തിന്മേലാണ്. അങ്ങനെ അസത്യത്തിന്മേൽ പണിയപ്പെടുന്ന, അടിസ്ഥാനമായിട്ട് പണിയപ്പെടുന്ന ഈ ലോക വ്യവസ്ഥിതിക്ക് വേദപുസ്തകം വിളിച്ചിരിക്കുന്ന പേര് ബാബിലോൺ എന്നാണ്. ബാബിലോൺ വീണു, ബാബിലോൺ വീണു എന്ന് വേദപുസ്തകത്തിൽ പലപ്പോഴും പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്നത് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി അതെ വീണുപോയതായ ദൂതൻ മനുഷ്യനെ ചതിച്ച് വഞ്ചിച്ച് ഫോഷ്ക്ക് പറഞ്ഞ് അല്ലെങ്കിൽ കള്ളം പറഞ്ഞ് തെറ്റായ അടിസ്ഥാനത്തിന്മേൽ പണിതതായ തുടങ്ങിയതായ ഒരു വ്യവസ്ഥിതിയാണ് ലോകം. അതാണ്, അതിൻ്റെ പേരാണ് ബാബിലോൺ. അതാണ് വീഴും. ഇത് തീർച്ചയായിട്ടും വീഴും. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, വീഴാത്ത ഒന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വചനം സത്യവചനമാണ്. അതുകൊണ്ടാണ് ഇന്ന് സത്യവചനം എന്ന് പേരിട്ടത്. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ഞാനാണ് സത്യം. അപ്പോൾ ഞാനാണ് സത്യമെന്ന് യേശു പറയണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഫോഷ്ക്ക് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഫോഷ്കിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവ് ഫോഷ്കിൻ്റെ പിതാവ് അല്ലെങ്കിൽ പിശാചാകുന്നുവെന്ന് കർത്താവ് പറഞ്ഞു. അവൻ ആരംഭം മുതലേ ഫോഷ്ക്ക് പറയുന്നവനാണ്. അപ്പോൾ ആരംഭം മുതൽ ഫോഷ്ക്ക് പറഞ്ഞ് ഫോഷ്കിന്മേൽ അല്ലെ ഫോൾസ്ഹുഡിന്മേൽ പണിഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ലോക വ്യവസ്ഥിതി. ഇത് വീഴും. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞതാണ്. ഒരു ഭാഗം എന്നെ ഈ ദിവസങ്ങൾ ചിന്തിപ്പിക്കുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവനെ ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. യേശു എങ്ങനെ ദേവാലയം വിട്ടു പോകുന്നു? അപ്പോൾ ദേവാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവാലയം വിട്ടു പോകണമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കെട്ടിടമാണ്. അപ്പോൾ ഒരു കെട്ടിടമല്ല ദേവാലയം. നമ്മളൊന്നാമത് മനസ്സിലാക്കണം. ദൈവത്തിന് മുമ്പാകെ ദേവാലയം ഇന്ന് ഒരു കെട്ടിടമേ അല്ല. അപ്പോൾ യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സഭ ആരംഭിക്കുന്ന മുന്നവേ ദേവാലയം ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹൂദൻ്റെ ദേവാലയമാണ്, യഹൂദ മതക്കാരുടെയാണ്. അത് വിട്ടു പോകുമ്പോഴാണ് അവരുടെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ലോകത്തിൻ്റെ മനുഷ്യർക്കെല്ലാം അനേക പണികളും, ശിഷ്യന്മാർ യേശുവിന് വലിയ പണിയും, മതത്തിൻ്റെ അനേക പണികൾ ഇന്ന് ലോകത്ത് നടക്കുക. വലിയ വലിയ പണികളാണ്. അതെല്ലാം മനുഷ്യൻ്റെ സ്വന്തം കഴിവുകൊണ്ടും മിടുക്കും കൊണ്ടും ഉണ്ടാക്കി വെക്കുന്ന പണികളാണ് ഇന്ന് ലോകത്തിൽ കാണുന്നത്. ഇത് ദൈവത്തെ കാണിപ്പാൻ വേണ്ടി ശിഷ്യന്മാർ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ദൈവം ഇതെല്ലാം കാണുന്നില്ലേ? കാണുന്നു. മനുഷ്യൻ്റെ സകല പ്രയത്നങ്ങൾ, മനുഷ്യന് കെട്ടിപ്പൊക്കുന്നതൊക്കെയും വലിയ വലിയ ടവേഴ്സ് പണിയുന്നു, വലിയ വലിയ ഗോപുരങ്ങൾ ലോകത്തിൽ ഓരോ രാജ്യങ്ങളും പണിത് പേരെടുക്കുന്നു.
അമേരിക്കയിൽ ട്വിൻ ടവേഴ്സ് വീണ് പോയിടത്ത് നിന്ന് ഫ്രീഡം ടവർ പണിത് കഴിഞ്ഞു. അല്ലെങ്കിൽ ദുബൈയിലാണെങ്കിൽ തന്നെ ഏറ്റവും വലിയ ടവർ പണിഞ്ഞു. തായ്ലാൻഡിലും ഇങ്ങനെയൊക്കെ ഇന്ന് മനുഷ്യൻ വലിയ വലിയ പണികളാണ്, വലിയ നേട്ടങ്ങളാണ് കൈവരിക്കുന്നത്. ഒരിക്കൽ ദൈവം മനുഷ്യൻ്റെ പണി കാണുവാൻ ഇറങ്ങി വന്നു. നമുക്ക് ആ ചരിത്രം ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട് 11-ാം അധ്യായം. എന്നാൽ അവിടെ മനുഷ്യൻ ദൈവം പറയാണ് അവനെല്ലാം സാധ്യമായി എന്നാണ്. ഇന്ന് മനുഷ്യൻ എന്തെല്ലാമാണ് കഴിവുകൾ, അവൻ സയൻസിലും, അവൻ മെഡിസിനിലും, അവൻ എഡ്യൂക്കേഷനിലും, ഇക്കോണമിയിലും, ലോകത്തിലൊക്കെ എന്തൊരു നേട്ടങ്ങളാണ്. മനുഷ്യൻ അനേക പണികൾ ഇന്ന് പ്രശംസിപ്പാനായിട്ടുണ്ട്. നമ്മൾ റോയൽ സിറ്റികളിൽ ചെന്നാൽ നമ്മൾ കണ്ട് വണ്ടടിക്കും. അത്രമാത്രം അത്ഭുതകരമായ പണികളാണ് മനുഷ്യൻ കൈവരിച്ചിരിക്കുന്നത്. എന്നാൽ കർത്താവ് എന്താ പറയുന്നത് അറിയാമോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കില്ല. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, ദൈവജനമേ, പണിതല്ലായിരിക്കും, ദൈവത്തിൻ്റെ പണിയല്ലാതെ ദൈവത്തിൽ നിന്ന് പണിയാതിരിക്കുന്നതായ സകല മനുഷ്യൻ്റെ പണികളും ഇടിഞ്ഞു പോകുമെന്ന് കർത്താവ് പറഞ്ഞു. ഒരിക്കലും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നതാണ്. എന്നാൽ അവൻ ഒലിമലയിൽ ഇരിക്കുമ്പോൾ ശിശുമാർ തനിച്ചവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തും എന്ന് പറഞ്ഞു തരണം അപേക്ഷിച്ചു. നിന്റെ വരവിനും ലോകാവസാനത്തിനും അതെപ്പോൾ സംഭവിക്കും? അപ്പോൾ ലോക അവസാനം എന്ന് പറഞ്ഞു, ഈ വ്യവസ്ഥിതിക്ക് ഒരവസാനം ഉണ്ടാകും. ഇതാണ് അവർ ചോദിക്കുന്നത്, അതെപ്പോൾ സംഭവിക്കും? അപ്പോൾ കർത്താവ് പറയാണ്, അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. താഴോട്ട് വായിക്കുമ്പോൾ പിന്നെ വളരെ സന്തോഷിച്ചുപോയി. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും എന്താണ് ഭൂലോകത്തിൽ ഒക്കെയും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം, അപ്പോൾ ഒരവസാനം വരും. ഈ വ്യവസ്ഥിതിക്ക് ഒരവസാനം വരും. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പണിതുയർത്തിരിക്കുന്നതായ സകല വ്യവസ്ഥിതിക്കും ഒരവസാനം വരും. ഇതാണ് രാജ്യത്തിൻ്റെ സുവിശേഷം. അപ്പോൾ രാജ്യത്തിൻ്റെ സുവിശേഷം എല്ലാവർക്കും സാക്ഷ്യമായി പ്രസംഗിച്ച് കഴിയുമ്പോൾ അവസാനം വരും. അപ്പോൾ രാജ്യത്തിൻ്റെ സുവിശേഷം എന്താണ്? യേശു എന്താണ് പ്രസംഗിച്ചത്? യേശു പറയുകയാണ് അതെപ്പോൾ സംഭവിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു ഒരു രാജ്യമാണ് പ്രസംഗിച്ചത്. യേശു പ്രസംഗിക്കുന്ന മുന്നേ യോഹന്നാൻ വന്ന് രാജ്യം, ദൈവരാജ്യം സമീപിച്ചിരിക്കും, മാനസാന്തരപ്പെട്ടു ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. യേശു ക്രിസ്തു വന്ന് അത് തന്നെ പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കും, നിങ്ങൾ മാനസാന്തരം ദൈവരാജ്യത്തിൽ പോയി. അങ്ങനെയാണ് ഒരു രാജാവുണ്ട്, രാജാവിന് ജനമുണ്ട്, ജനത്തിന് വ്യവസ്ഥയുണ്ട്, ഇതെല്ലാം രാജ്യത്തിലുണ്ട്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം സകല ജാതികൾക്കും ഒരു സാക്ഷ്യമായിട്ട്. അപ്പോൾ കർത്താവ് പറയാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് ലോകത്തിൻ്റെ അവസാനം. എന്നാൽ കർത്താവ് എന്താണ് പറയുന്നത്? ഒന്നാമത് പറയാണ്, ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഓർക്കണം, ഈ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടണം. ഇതാണ് ദൈവത്തിൻ്റെ ആജ്ഞ. ഈ രാജ്യം വളരെ ഈസിയായി ലളിതമായി ഇവിടെ സ്ഥാപിക്കപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും സംഭവിക്കില്ലെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. യേശുക്രിസ്തു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ പറയാണ് ഒരു വലിയ ഓപ്പോസിഷൻ, ഒരു വലിയ പ്രതികൂലം ഇതിന് ഉണ്ടാകുമെന്നാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ പ്രതിസന്ധികൾ ഉണ്ടായിട്ട് അനേകരെ ഈ രാജ്യത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഈ രാജ്യത്തിൽ നിന്ന് നശിപ്പിച്ച് കളയുക. നമ്മൾ വായിക്കുന്ന കർത്താവ് പറയാൻ ഒന്നാമതായിട്ട് പറയാണ്, അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും. കള്ളപ്രവാചകൻ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ദൈവം പറഞ്ഞത് എന്താണ്? കർത്താവ് പറയാണ് ഒരു വലിയ ഡിസപ്ഷൻ, ഒരു വഞ്ചന ഉണ്ടാകും. ഈ രാജ്യത്തിൽ ക്രിസ്തുവിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു വലിയ ശക്തി, ഫോഴ്സ് ലോകത്തിൽ വർക്ക് ചെയ്യാം, വ്യാപരിക്കുകയാണ്. ഇതാണ് ഫോഷ്കിൻ്റെ വ്യാപാര ശക്തി. ഇതാണ് ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി. ഇവർ ചെയ്യുന്നത് എന്താണ്? ഒന്നാമതായിട്ട് അവർ എന്താണ് ചെയ്യുന്നത്? ഇവരെ ഡിസീവ്, മനുഷ്യരെ വഞ്ചിക്കുക. ഇന്ന് എത്ര കോടികളാണ് ദൈവത്തിൻ്റെ സുവിശേഷം, സത്യസുവിശേഷം, സത്യവചനം എന്തെന്ന് അറിയാതെ വഞ്ചിക്കപ്പെടുന്നതായ വലിയ ജനസമൂഹമാണ്. വഞ്ചിക്കപ്പെടരുതേ എന്ന് വചനം വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വായിക്കുന്നത് 2 തെസ്സലോനിക്ക 2-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക്
സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെയും ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ നോക്കണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായാൽ തന്നെ അങ്ങനെ ഭവിക്കും. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കണം, സകല വഞ്ചനയോടും കൂടെ. ഇന്നത്തെ പോലെ വഞ്ചിക്കപ്പെട്ടതായ ജനസമൂഹം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കാം. അത്രമാത്രം ജനകോടികളാണ് ഇന്ന് മതത്തിൻ്റെ പേരിൽ വഞ്ചിക്കപ്പെട്ടു. കാരണം എന്താണ്? സുവിശേഷത്തിൻ്റെ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുവാൻ അവർക്ക് മനസ്സില്ല. എന്താണ് സുവിശേഷത്തിൻ്റെ സത്യം? ഞാൻ പറയാം, വചനം പ്രകാരമാണ് പറയുന്നത്. യേശുക്രിസ്തു മാത്രമാണ് പിതാവിനെ പ്രസാദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തത്. യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ ദൈവം നമ്മളെ അംഗീകരിക്കുന്നു. യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിപ്പാനും ദൈവത്തെ അറിയാനും കഴിയത്തുള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നില്ല. നമുക്കെല്ലാവർക്കും ഒരു പിതാവേ ഉള്ളൂ, നമുക്കെല്ലാവർക്കും ഒരു ഭവനമേ ഉള്ളൂ, നമുക്കെല്ലാവർക്കും ഒരു കർത്താവേ ഉള്ളൂ. എന്നാൽ അത് അംഗീകരിപ്പാൻ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്തായ കർത്തൃത്വത്തെ അംഗീകരിപ്പാൻ നമുക്ക് കഴിയും. അതാണ് ഇന്നത്തെ പ്രശ്നം. യേശുക്രിസ്തു കർത്താവെന്ന് അംഗീകരിക്കാമോ? അനേക കർത്താക്കന്മാരുണ്ട്. എന്നാൽ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ കർത്താവെന്ന് അംഗീകരിച്ച് യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴടങ്ങുവാൻ ഇന്ന് നമ്മൾ തയ്യാറാകുന്നു. നമുക്കിന്ന് അനേകരും കർത്താക്കന്മാരാണ്, അനേക വസ്തുക്കൾ കർത്താക്കന്മാരാണ്. നമ്മളെ ഭരിക്കുന്നത് ആരാണ്? നമ്മൾ കർത്തൃത്വം ചെയ്യുന്ന ആരാണ്? യേശുക്രിസ്തു മാത്രമാണ്. അബ്സല്യൂട്ട് ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണമായ കർത്തൃത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ടോട്ടലി നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഡിപ്പെൻഡൻ്റായി തീരണം. ഒരു തലയോട് ബന്ധപ്പെട്ടിരിക്കുന്ന ശരീരം, ക്രിസ്തു തലയാണെന്നും ആ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് നമ്മൾ മനസ്സിലാക്കി ആ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അപ്പോൾ ഏറ്റവും വലിയ വഞ്ചന എന്താണ്? യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് അംഗീകരിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ വഞ്ചന. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കർത്താവായി അംഗീകരിച്ചുകൊണ്ട് ഇന്ന് അവർ വഞ്ചിക്കപ്പെടുകയാണ്. അപ്പോൾ അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഈ ലോകത്തിൽ ഈ രാജ്യം സ്ഥാപിക്കപ്പെടാൻ സാധിക്കാതിരിക്കുന്നതിന് കാരണം എന്താണ്? അനേകരും വഞ്ചിക്കപ്പെടുകയാണ്. വഞ്ചന, ഒന്നാമത് ഡിസപ്ഷനാണ്. രണ്ടാമത് അത് മാത്രമല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത് നടക്കാൻ പോകുന്ന വലിയ ഡിസ്ട്രക്ഷനാണ്, വലിയ നാശം നടക്കാൻ പോകും. നാശം എന്താണ് പറഞ്ഞത്? നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്ഥിതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പി, അത് സംഭവിക്കേണ്ടത് തന്നെ. അവസാനമല്ല, ജാതിയോടും രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂമ്പും അവിടെ ഉണ്ടാകും. നോക്കണം, ഇതെല്ലാം എന്താണ് സംഭവിക്കുന്നത്? ഭയങ്കരമായ നാശങ്ങൾ. ഇന്ന് ലോകത്ത് നടക്കുന്ന നാശങ്ങൾ നമ്മളറിയാം. എന്തെല്ലാം നാശങ്ങളാണ് വിതയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ലോകത്തെ മുഴുവൻ ഞെട്ടിപ്പിച്ച സംഭവമാണ് പാകിസ്ഥാനിൽ നടന്നത്. മിലിറ്ററി സ്കൂളിൽ എലീറ്റായിട്ടുള്ള ഉന്നതന്മാരായ മിലിറ്ററി ആർമി നേതാക്കന്മാരുടെ കുഞ്ഞുങ്ങൾ പഠിച്ച സ്കൂളിലേക്ക് കയറി താലിബാൻ അവരെ വെടിവെച്ച് കൊന്നതായ ചിത്രം അല്ലെങ്കിൽ ആ പടങ്ങൾ കണ്ട് അല്ലെങ്കിൽ ആ വാർത്ത വായിച്ച് നമ്മളെല്ലാവരും ദുഃഖിച്ചു, ഞെട്ടി. നോക്കണം, അതൊരു സംഭവം മാത്രമാണ്. ലോകത്ത് നടക്കുന്ന നാശങ്ങൾ എന്തെല്ലാം. അടുത്ത കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നടക്കുന്നതായ ഈജിപ്തിലും ലിബിയയിലും നൈജീരിയയിലും സുഡാനിലും ലബനോനിലും പാലസ്തീനിലും സിറിയയിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ നടക്കുന്ന എന്താണ്? നാശമാണ്. ആഫ്രിക്കയിൽ എന്താണ് നടക്കുന്നത്? ഏഷ്യയിൽ എന്താണ് നടക്കുന്നത്? അമേരിക്കയിൽ എന്താണ് നടക്കുന്നത്? യൂറോപ്പിലെ നാശങ്ങളാണ്. അപ്പോൾ അവസാന സമയം ക്ഷാമം, അവിടെ പറഞ്ഞ ക്ഷാമങ്ങൾ, യുദ്ധങ്ങൾ. ഈ നാശങ്ങൾ ഉണ്ടാകുന്ന എങ്ങനെയൊക്കെയാണ്? ക്ഷാമം ഉണ്ടാകുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു, യുദ്ധങ്ങൾ ഉണ്ടാകുന്നു, പകർച്ച. ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ, ഇങ്ങനെയുള്ള യുദ്ധങ്ങളാൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാൽ വലിയ നാശം ലോകത്ത് നടക്കുമെന്ന് കർത്താവ്. കാരണം എന്താണ്? ഇവിടെ ഒരു രാജ്യം സ്ഥാപിപ്പാൻ പിശാച് ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ രാജ്യത്തിൽ അവൻ ഈ ലോകത്തിൻ്റെ പ്രഭുവായി, അവൻ ഈ ലോകത്തിൻ്റെ രാജാവായി വാണിരിക്കുമ്പോൾ യേശുവിനെ ഇവിടെ രാജാവായിട്ട് വാഴിച്ച് യേശുവിനെ രാജ്യത്തെ സ്ഥാപിപ്പാൻ അവൻ സമ്മതിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു നാളുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം പ്രസംഗിക്കണം. എന്നാൽ അതിനുമ്പോൾ ഒരു വലിയ ഓപ്പോസിഷനാണ്. ഈ പ്രതികൂലം കൊണ്ട് എന്താണ് സംഭവിക്കുക? ഒന്നാമത് വഞ്ചന, രണ്ടാമതായിട്ട് നാശം വർദ്ധിച്ചു വരും. നാശങ്ങൾ ഇനിയും ഉണ്ടാകും, വളരെയധികം ഉണ്ടാകും. ലോകത്തിന് അവരെ നിയന്ത്രിക്കാൻ മേലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ലോകത്തിൽ നമുക്കറിയാം, ക്യാൻസർ, ഹാർട്ട് അറ്റാക്കിനേക്കാൾ ഉപരിയായി ഇന്ന് ക്യാൻസർ പകർന്നു പിടിച്ചുകൊണ്ടിരിക്കുക. എത്രയോ കോടാനുകൂടി പണം ചെലവഴിച്ചിട്ടും
ക്യാൻസർ രോഗത്തിന് ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നില്ല. കീമോയും റേഡിയേഷനും കൊടുക്കുന്നത് മരുന്നല്ല. നമുക്കറിയാം ക്യാൻസർ രോഗം, അതുപോലെ ഹാർട്ട് അറ്റാക്ക്, മറ്റുള്ള രോഗങ്ങൾ ഇന്ന് എത്രമാത്രമാണ് നാശമാണ്. കർത്താവ് പറഞ്ഞു, എന്താണ് കർത്താവിൻ്റെ ഈ സുവിശേഷം, കർത്താവിൻ്റെ ഈ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കണം. രാജ്യം യേശുവിനെ സ്ഥാപിക്കണം, യേശുവിൻ്റെ രാജ്യം ഇവിടെ വരണം. കർത്താവ് അതാണ് പഠിപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം, രാജ്യം വരണം. ഈ ദുഷ്ടലോകം, ഈ രാജ്യം, ഈ ഭരണം ഇവിടുന്ന് മാറി യേശുവിൻ്റെ ഭരണം വന്നെങ്കിലേ, ഇവിടെ നീതിയുടെ രാജാവാണെങ്കിലേ ദൈവഹിതം ഇവിടെ നടപ്പാകത്തുള്ളൂ. അത് നടപ്പാകാതിരിക്കാൻ ഒരു വലിയ ഓപ്പോസിഷനാണ്. ആ ഓപ്പോസിഷൻ എന്താണ് സംഭവിക്കുക? 1 ഡിസെപ്ഷൻ, വഞ്ചന; 2 ഡിസ്ട്രക്ഷൻ, നാശം; 3-ാമതായിട്ട് അത് മാത്രമല്ല, ഒരു വലിയ ഡിനയൽ നടക്കും. എന്താണ് ഡിനയൽ? നിഷേധം നടക്കും. എന്താണ് നിഷേധിക്കുന്നത്? അനേകര് നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കും, കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികൾ നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. അപ്പോൾ അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വലിയ നിഷേധം എന്താണ്? ഉപദ്രവം വരുന്നത് നിമിത്തം, അല്ലെങ്കിൽ നമുക്ക് പ്രോസിക്യൂഷൻസ്, നമുക്ക് വലിയ പീഡനം വരുന്ന നിമിത്തം അനേകരെന്ത് ചെയ്യും? ഇടറി വീഴും, ഡിനയൽ. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസാര വിഷയം എന്താണ്? കൺവേർഷനാണ്. എന്താണ്? അനേകരും മടങ്ങി ഭവനത്തിലേക്ക് പോകാം, നമ്മളെ ഭവനത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അനേകർ മടങ്ങിപ്പോകുന്നതിൻ്റെ കാരണം എന്താണ്? യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി അവർ വിശ്വസിച്ച് രൂപാന്തരപ്പെട്ട വിശ്വാസികളായിരുന്നുവെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് ജനിച്ചവരായിരുന്നുവെങ്കിൽ, ക്രിസ്തുവിൽ നിന്ന് ജനിച്ചവരായിരുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ തള്ളി ക്രിസ്തുവിനെ നിഷേധിച്ച് പോകുമായിരുന്നുവോ? ഇല്ല. കേവലം നാമധേയ ക്രിസ്ത്യാനികളായി, കേവലം ചില വസ്തുവകൾ, നേട്ടങ്ങൾ നേടുവാനായി ക്രിസ്ത്യാനിയാണെന്ന് പേരും പറഞ്ഞ് ക്രിസ്തു മതത്തിൽ ചേർന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ, അവർക്ക് എപ്പോഴും യേശുവിനെ നിഷേധിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉപദ്രവം വരുമ്പോൾ അവർ നിഷേധിക്കും, പീഡനം വരുമ്പോൾ അവർ നിഷേധിക്കും. ഇങ്ങനെ നിഷേധിക്കുന്ന കൂട്ടത്തിലാണോ നമ്മൾ? അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടണം. അപ്പോൾ അവസാനം വരും. അവസാനം വരുന്ന മുന്നവേ എന്താണ് നടക്കുന്നത്? ഒരു വലിയ പ്രതികൂല സാഹചര്യം. ആ പ്രതികൂല സാഹചര്യം മൂലം എന്തൊക്കെയാണ് നടപ്പാകാൻ പോകുന്നത്? ഒരു വലിയ ഡിസെപ്ഷനാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഈ രാജ്യം ഇവിടെ സ്ഥാപിക്കുവാൻ ഇവിടുത്തെ പ്രഭു ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിൽ നമ്മൾ വേറൊരു രാജ്യം കൊണ്ടുവരാൻ ആഗ്രഹിച്ചാൽ നമ്മുടെ ഗവൺമെൻറ് അതിനും സമ്മതിക്കത്തില്ല. അതുപോലെയാണ് ഈ ലോകത്തിൻ്റെ രാജ്യത്തെ മുഴുവനും അത് ആദമിൽ നിന്ന് പിടിച്ചു പറിച്ച് സർവ്വലോകത്തിൽ അധിപതിയായി വാഴുന്ന പിശാച് അവൻ്റെ രാജ്യം, അവൻ്റെ അധികാരം, അവൻ്റെ സിംഹാസനം ആർക്കും കൊടുക്കാൻ അനുവദിക്കത്തില്ല. യേശുക്രിസ്തു വാഴുവാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് പ്രതികൂലം. ഒരു ഓപ്പോസിഷൻ നമുക്കുണ്ട്. ആ ഓപ്പോസിഷൻ എങ്ങനെയാണ് നടപ്പാകുന്നത്? ഒന്നാമതായിട്ട് ഒരു വലിയ ഡിസെപ്ഷൻ, വഞ്ചനയിൽ കൂടെ കോടികളെ വഞ്ചിക്കും. രണ്ടാമതായിട്ട് ഡിസ്ട്രക്ഷനിൽ കോടികളെ നശിപ്പിക്കും. മൂന്നാമതായിട്ട് ഡിനായൽ, അനേകർ നിഷേധിക്കും, വിശ്വാസത്തെ നിഷേധിക്കും, യേശുക്രിസ്തുവിനെ നിഷേധിക്കും. അവർ ഉപദ്രവം വരുമ്പോൾ, പീഡനം വരുമ്പോൾ എന്തു ചെയ്യും? അവർ തള്ളിപ്പറയും. അടുത്തായിട്ട് അത് മാത്രമല്ല നമ്മൾ വായിക്കുന്നത്, ഇവിടെ എന്താ വായിക്കുന്നറിയാമോ? അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു. ഒരു വലിയ ഡെവലപ്മെൻറ്റ് ഓഫ് ഈവിൾ. അധർമ്മം പെരുകും. നാലാമതായിട്ട് എന്താണ്? ഇന്ന് നോക്കണം, ഇന്നത്തെ പോലെ ലോകത്തിൽ അധർമ്മം, ഡെവലപ്പിംഗ് ഓഫ് ഈവിൾ, ഇതുപോലെ അധർമ്മം പെരുകിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും ഈവൻ ഇന്ത്യ വരെയും. എന്താണ് നമ്മൾ വായിക്കുന്നത്? ഇന്ന് പുരുഷന്മാരെ വിവാഹം കഴിക്കും. ഹോമോസെക്ഷുവാലിറ്റി ബില്ലായിട്ട് അമേരിക്കയിലെല്ലാം സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റായിട്ട് പാസ്സാക്കി ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. എന്താണ്? നോഹയുടെ കാലം പോലെ, സോദവും ഗോമോറ പോലെ, കർത്താവ് ആകുമെന്ന് പറഞ്ഞതുപോലെ ഡെവലപ്പിംഗ് ഈവിൾ, അധർമ്മം പെരുകും. അപ്പോൾ അധർമ്മം പെരുകി അനേകരെ വഞ്ചിച്ച് പരീക്ഷിച്ച് എന്താണ്? പിശാച് ഈ ക്രിസ്തുവിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടാതിരിക്കണം, ഈ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ അവസാനം, ഈ വ്യവസ്ഥിതിക്കൊരവസാനം വരണം. ഇവൻ്റെ രാജ്യത്തിന് ഒരവസാനം വരണം. ഈ ലോക വ്യവസ്ഥിതിക്ക്, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പണിതിരിക്കുന്നതായ അടിസ്ഥാനം ഇട്ടുകൊണ്ട് ഫോഷ്കിൽ പണിതിരിക്കുന്ന ഈ രാജ്യത്വം ഇവിടെ വീഴണം. ഇതിന് നീക്കം വരണം. ഇവിടെ നിലനിൽക്കുന്നതായ ഒരു രാജ്യം സ്ഥാപിക്കപ്പെടണം. നീതിയോടൊരു രാജാവ് ഭരിക്കണം. ദൈവരാജ്യം ഇവിടെ വരണം. ദൈവവ്യവസ്ഥ ഇവിടെ വരണം. ദൈവത്തിൻ്റെ വ്യവസ്ഥ നടപ്പാക്കുമ്പോൾ മാത്രമാണ് ഈ സ്വർഗത്തിലും ഭൂമിയിലും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നുള്ളതായ അത് ദൈവത്തിൻ്റെ വ്യവസ്ഥ നിറവേറ്റപ്പെടത്തുള്ളൂ.
എല്ലാറ്റിലും എല്ലാം ദൈവമായി മാറണം. അവൻ രാജ്യം പിതാവിനെ ഏൽപ്പിക്കണം. ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകണം. 1 കൊരിന്ത്യർ 15 പറഞ്ഞിരിക്കുന്ന പോലെ ഒടുക്കത്തെ ശത്രുവാകുന്ന മരണവും നീങ്ങി, മരണത്തിന് അധിപതിയായ പിശാചിനെ നീക്കി, ഈ ലോകത്തിലെ സകല അനീതിയും അധർമ്മവും മാറ്റിയിട്ട് ഈ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രകാരം ഒരു രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടണം. അപ്പോൾ ഈ വ്യവസ്ഥിതിക്ക് മാറ്റം വരും. നമ്മളെല്ലാം ഈ വ്യവസ്ഥിതിക്ക് ഒരു മാറ്റം വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. സഭയിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നു. ദേശത്ത് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ കുടുംബത്തിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മളിലൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നു. ആത്മീയ നിലവാരത്തിനൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവമക്കളെ, നാം ആഗ്രഹിക്കുന്ന പോലെ ഒരു മാറ്റമല്ല സംഭവിക്കാൻ പോകുന്നത്. കർത്താവ് പറയാണ്, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ഇവിടെ പ്രസംഗിക്കപ്പെടണം. അങ്ങനെ സകലർക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടുമ്പോൾ ആണ് ലോകാവസാനം. ഇന്ന് ലോകം അവസാനിക്കാൻ പോകുന്നു, കാഹളം ധ്വനിക്കാൻ പോകുന്നു, കർത്താവ് വരുന്നുവെന്ന് നമ്മളെല്ലായിടത്തും കേൾക്കുന്ന കാര്യം. എന്നാൽ ഇത് നടക്കുന്നതിന് മുൻപേ എന്താണ് നടക്കാൻ പോകുന്നത്? ഒരു വലിയ ഡിസപ്ഷൻ, വഞ്ചന, ഒരു വലിയ ഡിസ്ട്രക്ഷൻ, നാശം, ഒരു വലിയ ഡിനയൽ, നിഷേധം, ഒരു വലിയ ഡെവലപ്പിംഗ് ഓഫ് ഈവിൾ, അധർമ്മം പെരുകണം. അങ്ങനെ അധർമ്മമൂർത്തി വർദ്ധിച്ച് പെരുകി അതിൻ്റെ മർമ്മം ഇപ്പോൾ വ്യാപരിക്കുന്നുണ്ട്. ലോകത്തിൽ മുഴുവനും അധർമ്മം കൊണ്ട് നിറഞ്ഞ്, അനീതി കൊണ്ട് നിറഞ്ഞ്, ലോകത്തിൽ നീതിയില്ലാത്തതായ രീതിയിൽ രക്ഷിക്കപ്പെടുന്ന ഒരു ചുരുക്കമോ എന്ന് കർത്താവ് ചോദിച്ചു. ചുരുക്കം പേര് മാത്രമാണെന്ന് കർത്താവ്. ജീവനിലേക്ക് കടക്കുന്ന ഒരു ചുരുക്കമാണ്, നാശത്തിലേക്ക് പോകുന്നൊരു അനവധിയാണ്. കർത്താവ് യേശു, നിങ്ങൾ അത് ജീവനിലേക്ക് പ്രവേശിപ്പാൻ പരിശ്രമിപ്പീനെന്ന് കർത്താവ് പറഞ്ഞു. അതുമാത്രമല്ല, നമ്മൾ വായിക്കുന്ന നാശത്തിലേക്ക് പോകുന്ന അനേകരും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നശിക്കപ്പെട്ടുന്ന കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? അങ്ങനെ കണ്ടെത്തുമോ? അത്രമാത്രം ചുരുക്കമായി എന്ന് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകളെ വിട്ട്, വചനത്തിൻ്റെ സത്യങ്ങളെ വിട്ട്, സകലത്തെയും ഡിനേ ചെയ്തിട്ട്, മനുഷ്യന് ദൈവത്തെ വേണ്ട, ദൈവത്തിനെതിരായി മത്സരിച്ച് ദൈവവ്യവസ്ഥിതിയോട് പോരാടി ജീവിക്കുന്നതായ ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ്. അവരെല്ലാം സഫിഷ്യൻസി, സ്വയം തൃപ്തരാണ്, ഇൻഡിപെൻഡൻ്റാണ്, ദൈവത്തിൽ ഡിപ്പെൻഡ് ആഗ്രഹിക്കാതെ അവർ സ്വതന്ത്രമായി ജീവിക്കുന്നവരാണ്. അവരുടെ ഒപ്പീനിയൻ, അഭിപ്രായം അനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇന്ന് ദൈവവചനത്തിൻ്റെ സത്യത്തിൻ്റെ പ്രമാണമനുസരിച്ച് ക്രിസ്തുവിൽ കൂടെ ജീവിക്കുന്ന ചുരുക്കമാണ്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായ ദൈവമക്കൾ, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ചുരുക്കം പേർ മാത്രം, ഒരു ശേഷിപ്പ് മാത്രം ആയിരിക്കും അവസാന സമയം വരുമ്പോൾ കാണുന്നത്. ജയിക്കുന്ന കൂട്ടം ഒരു ചുരുക്കം മാത്രമായിരിക്കും. എല്ലാവരും ക്രിസ്തുവിനെ വിട്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. ദുരുപദേശങ്ങൾ പെരുകും, ഭൂതങ്ങളുടെ ഉപദേശങ്ങൾ വർദ്ധിക്കും, വഞ്ചിക്കപ്പെടും. അങ്ങനെ വഞ്ചനയുടെ ഒരു കാലയളവിലേക്ക് നീങ്ങി സകലവും ദൈവവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി, പരിജ്ഞാന വിരുദ്ധമായി കോംപ്രമൈസ് ചെയ്ത് ലോകമായി ലയിച്ച് ലോകവ്യവസ്ഥിതിയിൽ മുഴുകി പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സത്യവചനം മുറുകെ പിടിച്ചുകൊണ്ട്, ഈ സത്യവചനം നിങ്ങൾ കേൾക്കും, സത്യം എന്താണെന്ന് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട് നാം പിന്മാറുന്ന കൂട്ടത്തിലല്ല, വിശ്വാസത്താൽ. അതേ, നീതിമാൻ വിശ്വാസ ജീവിക്കും. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ, വചനത്തിലുള്ള വിശ്വാസത്തിൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന രക്ഷിക്കപ്പെടുന്ന വചനപ്രകാരം മരണപര്യന്തം വിശ്വസ്തരായി കർത്താവിനെ നിഷേധിക്കാതെ, നാശങ്ങൾ വരട്ടെ, ഓപ്പോസിഷൻ വരട്ടെ, ഡിസപ്ഷൻ വരട്ടെ, വഞ്ചന വരട്ടെ, എന്തും വരട്ടെ, എന്നാൽ അതിന് നടുവിലും ഞാൻ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമെന്നുള്ള ഉറപ്പോടുകൂടെ നമുക്ക് നിൽക്കാം. സകല ലോകത്തിൻ്റെയും വ്യവസ്ഥയുടെ അവസാനം വരാൻ പോവുകയാണ്. ഈ വ്യവസ്ഥയുടെ അവസാനം ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ ഇതിൻ്റെ അവസാനം ഉണ്ടാകും. ഉണ്ടാകുമ്പോൾ, സംഭവിക്കുമ്പോൾ എത്ര പേര് ഉറച്ചു നിൽപ്പാൻ കഴിയും? സിറിയയിലും ഇറാഖിലും എത്രയോ പേരെയാണ് ക്രൂശിച്ച് കൊന്നത്, എത്രയോ പേരാണ് കൊന്നത്, എത്രയോ പേരാണ് വിശ്വാസം നിഷേധിച്ച് അനേകർ പോയപ്പോൾ അത് ഉറപ്പോട് നിന്ന് മരിപ്പാൻ ഒരു കൂട്ടർക്കിടയായെത്തി. ആ ധൈര്യം പരിശുദ്ധാത്മാവിനെ ലഭിച്ചതുപോലെ നമുക്കും നമ്മുടെ ദേശത്ത് വരാൻ പോകുന്ന ഓപ്പോസിഷൻ, നമുക്ക് ദേശത്ത് വരാൻ പോകുന്ന വഞ്ചനയുടെ നടുവിൽ അനേകർ നിഷേധിക്കാൻ പോകുമ്പോൾ, അനേകർ നാശത്തിലേക്ക് പോകുമ്പോൾ, നമുക്ക് അതേ അധർമ്മം പെരുകി സ്നേഹം തണുക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ അവസാനം, കർത്താവ് പറഞ്ഞ വചനപ്രകാരം ഈ രാജ്യത്തിന് സുവിശേഷം സകല ജാതികളിലും
സാക്ഷ്യത്തിന് പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഒരവസാനം വരും ദൈവമക്കളെ. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ് വന്ന് രാജ്യം സ്ഥാപിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. നമുക്ക് കർത്താവിൽ ഉറച്ചു നിൽക്കാം. കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടില്ല. കർത്താവ് ഫോഷ്ക്ക് പറയത്തില്ല. കർത്താവ് പ്രൈസ് ദി ലോർഡ്, എൻ്റെ നീതിമാൻ വിശ്വാസം ജീവിക്കും. കർത്താവിലുള്ള വിശ്വാസം നമുക്ക് ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അതിനുവേണ്ടി സഹായിക്കട്ടെ. സ്വർഗീയപിതാവാം ദൈവമേ, രാജ്യത്തിൻ്റെ സുവിശേഷം ഇന്നെല്ലായിടത്തും പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനം കർത്താവെ, ലോകരാജ്യത്തിൻ്റെ വ്യവസ്ഥിതി മുഴുവനും മാറി ദൈവമേ, ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന നാഴികൾ അടുത്തിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി ലോക വ്യവസ്ഥിതി മുഴുവനും ദൈവവചനത്തിന് വിരുദ്ധമായി, ദൈവമക്കൾക്ക് വിരുദ്ധമായി വളരെയധികം വഞ്ചനയിലേക്കും നാശത്തിലേക്കും നിഷേധത്തിലേക്കും രാവേ അനീതിയുടെ വർധനവിലേക്കും ലോകം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ സത്യത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി കർത്താവെ, ക്രിസ്തുവിൻ്റെ വചനത്തിൽ ഉറച്ചുന്നുകൊണ്ട്, വിശ്വാസത്തിൽ ഉറച്ചുന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ അടിയങ്ങൾക്ക് കൃപ തരുമാറാകണമേ. അതിനുവേണ്ടി അടിയങ്ങളെ സമർപ്പിക്കുന്നു. കേട്ട വചനം കേട്ട പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗത്തിൽ നിന്നെന്നെ സൗഖ്യമാക്കിയൊരു ആണിപ്പാടുള്ളോന് സ്തോത്രം, ആണിപ്പാടുള്ളോന് സ്തോത്രം. നാഥന് നാഥന് സ്തോത്രം സ്തോത്രം, രക്ഷാനാഥന് സ്തോത്രം. കടലിൽ ഞാൻ താണപ്പോൾ കൈകളാൽ താങ്ങിയ നാഥ, കര കാണാ പാപത്തിൻ കടലിൽ ഞാൻ താണപ്പോൾ കൈകളാൽ താങ്ങിയ നാഥ, കൈകളാൽ താങ്ങിയ നാഥ. നാഥന് നാഥന് സ്തോത്രം സ്തോത്രം, രക്ഷാനാഥന് സ്തോത്രം.